ഹായ്, ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാനിന്ന് ചെറിയൊരു വീഡിയോ കൊണ്ടാണ് വന്നിരിക്കുന്നത്. ഞാനിന്ന് തോരൻ വയ്ക്കുന്നത് നമ്മുടെ സ്പിനാച്ചാണ്. നമ്മുടെ നാട്ടിലെ പാലക്കെന്ന് പറയും, ഹിന്ദിയിലാണ് കേട്ടോ അതിന് പാലക്കെന്ന് പറയുന്നത്. കണ്ടോ, ഇവിടെ ഇത് എല്ലാ കടകളിലും ഇപ്പോഴും കിട്ടുന്ന സംഭവമാണേ. സോ ഞാനിത് ആഴ്ചയിൽ ഒരു 2 ദിവസം ഞാൻ തോരൻ വയ്ക്കാറുണ്ട്. പിള്ളേർക്ക് ഇഷ്ടമാണ്. ഇവിടെ നമുക്ക് ഇലക്കറികൾ വളരെ കുറവാണല്ലോ നമ്മൾ കടിക്കുന്നത്. നമുക്ക് നാട്ടിലാണെങ്കിൽ ചീര, മുരിങ്ങയിലൊക്കെ നമ്മൾ മിക്കവാറും ഉണ്ടാക്കാറുണ്ടല്ലോ. പക്ഷെ ഇവിടെ നമുക്കങ്ങനെ ഇലക്കറികളായിട്ട് കൂടുതലും നമ്മൾ വാങ്ങിക്കുന്ന ഇതാണ്, ഈ സ്പിനാച്ചാണ്. ഞാനിത് എങ്ങനെയാണ് തോരൻ വെക്കുന്നതെന്ന് നിങ്ങളെ കാണിക്കാം കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന തോരനാണേ. ഈ പാലക്കിനകത്ത് നല്ല വെള്ളമുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഞാൻ കഴുകി. സത്യം പറഞ്ഞാൽ ഇവിടെ ഇലകളെല്ലാം നല്ല കഴുകി നല്ല ക്ലീൻ ആയിട്ടാണ് വരുന്നത്. ഇതിനകത്തൊരു മണ്ണൊന്നുമില്ല. പക്ഷെ എന്നാലും ഞാനൊന്ന് കഴുകിയിട്ട് ഈ ഹോളുള്ള പാത്രത്തിലിട്ട് വെച്ചു. അപ്പോൾ വെള്ളം അങ്ങോട്ട് ഊർന്നു പോയല്ലോ. ഇനിയിപ്പോൾ ഇത് ഞാൻ ചെറുതായിട്ടിങ്ങനെ അരിയുക. കാരണം കട്ടിംഗ് ബോർഡ് ഞാൻ ഉപയോഗിക്കാറില്ല കേട്ടോ. എനിക്കിങ്ങനെ കൈവച്ച് നമ്മുടെ നാട്ടിലെ പോലെ പഴയ സ്റ്റൈലിൽ ഇരുന്ന് അരിയുന്ന ഇഷ്ടം. എന്നെ എൻ്റെ ഹസ്ബൻഡ് എപ്പോഴും കളിയാക്കും, കട്ടിംഗ് ബോർഡ് ഉപയോഗിക്കാത്തതുകൊണ്ട്. നീ എന്താ ഇപ്പോഴും ഈ പണ്ടത്തെ പോലെ അമ്മച്ചിമാർ ചെയ്യുന്നത് പോലെ ഇങ്ങനെ ഇരുന്ന് കുനുകുനാന്നിരുന്ന് അരിയുന്ന എന്തിനാന്ന് ചോദിച്ചു. പക്ഷേ എന്തോ നമ്മുടെ അമ്മമാരൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് കണ്ട് ശീലിച്ചിട്ടാണോ എന്നറിയത്തില്ല. ഇങ്ങനെ അരിയുമ്പോഴാണ് ഒരു പ്രത്യേകമായിട്ടുള്ളൊരു ഒരു ഫീലല്ലേ. ഞാൻ എല്ലാ സാധനങ്ങളും ഇങ്ങനെ കൈവച്ച് ഫിംഗർ ക്യാപ്പ് ഇട്ടിട്ട് അരിയാറില്ല. ഞാൻ കട്ടിംഗ് ബോർഡ് ഉപയോഗിക്കാറേ ഇല്ല. ഇനി പെട്ടെന്ന് അരിയട്ടെ. ഇത് ഇത്ര ചെറുതായിട്ടൊന്നും അരിയേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് വെന്ത് കഴിയുമ്പോഴത്തേനും അങ്ങ് പെട്ടെന്ന് അങ്ങാവുമല്ലോ. ഇത് തോരൻ വെക്കാൻ അധികം സമയം എടുക്കത്തില്ലേ. ഞാൻ എണ്ണ നല്ല ചൂടായപ്പം കടുകിട്ട് പൊട്ടിച്ചു കേട്ടോ. ഇനിയിപ്പം അതിനകത്തേക്ക് സവോളയും ഒരു 3 പച്ചമുളക് കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുകൂടെ ഇട്ട് വഴറ്റുവാണേ. സത്യം പറഞ്ഞാൽ ഇതെല്ലാം കൂടെ ഒന്നിച്ചിട്ടാൽ മതി. ഞാൻ ഓർത്ത് പാലക്കങ്ങ് പെട്ടെന്നാകുമല്ലോ. അപ്പം തന്നെ ഈ സവോള അങ്ങനെ പച്ചയായിട്ടിരിക്കുമ്പോൾ ഇതില്ലല്ലോ എന്നും കരുതി വിട്ടതാണേ. ഇതൊക്കെ പെട്ടെന്ന് അങ്ങ് ആകുന്ന കറിയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇതൊന്നും വീഡിയോ പിടിച്ചിട്ടേണ്ട കാര്യമില്ല. തോരനൊക്കെ വയ്ക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ. പക്ഷെ ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കുന്നതേ ഉള്ളൂ. ഇവിടെ എപ്പോഴും കിട്ടുന്ന സംഭവമാണ് സ്പിനാച്ച്. നമ്മൾ പിള്ളേർക്ക് എപ്പോഴും ഈ ഇലക്കറികൾ കൊടുക്കുന്ന ഒത്തിരി നല്ലതല്ലേ. എണ്ണ ചൂടായപ്പോൾ അതിനകത്തേക്ക് കടുകിട്ട് പൊട്ടിച്ചിട്ട് ഞാനൊരു മീഡിയം സൈസ് സവോള ചെറുതായിട്ട് അരിഞ്ഞു. പിന്നെ ഒരു 3 പച്ചമുളകും കൂടെ അരിഞ്ഞിട്ട് വടറ്റുവാണ് കേട്ടോ. ഇത് തന്നെ പെട്ടെന്നാകും. ഇനി ഇതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കും. അതിന് മുമ്പ് നമുക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടാം. മഞ്ഞൾപ്പൊടി ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, വെളുത്ത കളറിലിരിക്കും. പക്ഷെ ഞാനൊരു ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടുവാണേ. ഞാനിതേ ഒരു കൈ കൊണ്ട് വീഡിയോ പിടിക്കുന്നത് കൊണ്ട് കണ്ടോ, ശകലം മഞ്ഞൾപ്പൊടി ഇട്ടു. ശകലം മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് ജസ്റ്റ് മഞ്ഞൾപ്പൊടി ഒന്ന് ചൂടാവട്ടെ. ഇനി അതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പാലക്ക് ഇടുക. പാലക്ക് ഇത് പെട്ടെന്ന് അങ്ങ് ചുരുങ്ങും കേട്ടോ. അതുകൊണ്ടാണ് വലിയ പാത്രം എടുക്കണ്ടായിരുന്നു. പക്ഷേ ചെറിയ പാത്രം ഇതിനകത്തേക്ക് ഇപ്പം തന്നെ ഇതങ്ങ് ആവും. ഇതങ്ങ് വാടും ഇപ്പം തന്നെ. കണ്ടോ, നമ്മുടെ വിശ്വാസിൻ്റെ തേങ്ങ ഇങ്ങനെ ഫ്രോസൺ തേങ്ങ കൂടുതൽ വാങ്ങിച്ച് വെക്കാറുണ്ട് കേട്ടോ ഫ്രീസറിൽ. 2-3 പാക്കറ്റ് എപ്പോഴും ഉണ്ട്. എനിക്ക് വെജിറ്റബിൾ എന്തെങ്കിലും ഒന്ന് വേണമെന്ന് നിർബന്ധമാണ്. ചോറുണ്ണുന്ന ദിവസം തോരന് എന്തെങ്കിലും ഉണ്ടാക്കും ഞാൻ തോരന്. അപ്പം പിന്നെ തോരന് ഞാൻ എപ്പോഴും ഈ തേങ്ങ ഉപയോഗിക്കാറില്ല. ഞാൻ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉപയോഗിക്കാറില്ല. കണ്ടോ, അങ്ങനെ തേങ്ങയും കൂടെ കുറച്ച് അതിനകത്തേക്ക് ഇട്ട്. ഇത് ആക്ച്വലി ഫ്രോസൺ ആയിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ ഈ ചൂട് കിട്ടുമ്പോഴത്തേന് ഇതങ്ങനെ ഇതാകുമല്ലോ എന്ന് കരുതി. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട് പാലൊക്കെ അത് വേകുമ്പോഴത്തേന് അത് കുറച്ചേ ഉള്ളെന്ന്. നമ്മളൊക്കെ കൊച്ചിലെ എന്തോരം ഇലക്കറികൾ കൂട്ടിയിട്ടുണ്ടല്ലേ. എൻ്റെയൊക്കെ വീടിൻ്റെ മുറ്റത്തും പരിസരത്തും ഒക്കെ മറ്റേ മുരിങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ അന്നൊക്കെ മുരിങ്ങയുടെ സമയമായി കഴിഞ്ഞാൽ മുരിങ്ങക്കോല്, പിന്നെ മുരിങ്ങയില എപ്പോഴും തോരൻ വെക്കും. പിന്നെ ചീര, നമുക്ക് ചുമന്ന ചീരയും മറ്റേ പച്ചച്ചീരയും നമ്മുടെ വീട്ടിൽ ആ സീസൺ ആകുമ്പോൾ ഉണ്ടല്ലോ. അപ്പോൾ ചീര, ഇതൊക്കെ നമ്മൾ എന്തോരം കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ പിള്ളേർ ഇതൊക്കെ ഇലക്കറികൾ കഴിക്കാൻ അവർക്ക് മടിയാണ്. പിന്നെ ചൂടോടെ കൊടുത്തു കഴിയുമ്പം ചോറിൻ്റെ സൈഡിൽ വെച്ച് കൊടുത്തു കഴിയുമ്പോൾ ഇത് കഴിക്കണം, നിർബന്ധമായിട്ടും കഴിക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ അങ്ങോട്ട് കഴിക്കുന്നതേ ഉള്ളൂ. അല്ലാതെ വലിയ ഇഷ്ടമായിട്ടും തൃപ്തിയായിട്ടൊന്നും അല്ല കഴിക്കുന്നത്. പക്ഷെ നമ്മളിതെല്ലാം കഴിച്ചതുകൊണ്ടായിരിക്കും നമുക്ക് നമ്മുടെ ആ ഏജിൽ ഗ്രൂപ്പിലുള്ളവർക്കൊക്കെ അറിയാം നമ്മളെന്തോരം ഹെൽത്തി ആയിട്ടുള്ള ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ അല്ലേ നമ്മളന്ന് കഴിച്ചുകൊണ്ടിരുന്നത്. മാങ്ങ, പേരക്ക, ഇതൊക്കെ ചാമ്പങ്ങ, ഇതെല്ലാം നമ്മൾ അന്ന് പറിച്ച് അങ്ങ് തിന്നുമല്ലേ. അല്ലാതെ നമ്മൾ അതിന് വലിയ ആഡംബരമൊന്നും നോക്കാറില്ലല്ലോ. കഴുകാനോ പറക്കാനോ ഒന്നും പോകാറില്ല. നമ്മൾ മറ്റും തന്നെ പറിച്ചങ്ങ് കഴിക്കുമായിരുന്നു. അപ്പം അതിൻ്റെയൊക്കെ ഒരു ആരോഗ്യം നമുക്കുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇനി ഇതിനകത്തേക്ക് എന്ത് ചെയ്യുന്നറിയാൻ പോകും. 2 മുട്ട അങ്ങോട്ട്
പൊട്ടിച്ചൊഴിക്കും കേട്ടോ. ഞാനേ ഒരു കൈ കൊണ്ട് വീഡിയോ പിടിക്കുന്നത് കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ഈ മുട്ട നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് 3 കോഴികളുണ്ടെന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ മൂന്ന് കോഴി മുട്ട ഇടുന്നുണ്ട് കേട്ടോ. 3-4 മാസമായിട്ട് ഞങ്ങൾക്ക് പുറത്തുനിന്ന് മുട്ട വാങ്ങിക്കണ്ടേ. ഇന്ന് 3 മുട്ട കിട്ടും. അപ്പം ഞാൻ അതിനകത്തുനിന്ന് 2 എണ്ണം ഇട്ടിട്ടുള്ളൂ. ഇതിനകത്ത് ഇതുണ്ട്, ഇത്രയും ഉണ്ട്. ഒരു പാക്കറ്റ് കൊണ്ട് നമുക്ക് ഇത്രയും ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഇത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു നേരം കഴിക്കാനുണ്ട്. നമ്മൾ കറിയങ്ങ് കൂടുതലെടുത്താൽ മതിയല്ലോ, ആവശ്യത്തിന് കഴിക്കാനുണ്ട്. അങ്ങനെ പാലക്ക് റെഡിയായി കേട്ടോ. ഇത് വെറും സിമ്പിളാണെന്ന് എനിക്കറിയാം, പക്ഷെ എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താണേ. പിള്ളേർക്കൊക്കെ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. ഇത് നല്ല ഹെൽത്തി അല്ലേ, പിള്ളേർ കഴിച്ചോളും. ചോറിൻ്റെ കൂടെ അങ്ങ് സൈഡിൽ വെച്ച് കൊടുത്താൽ മതി. കണ്ടോ, ഞാനൊന്ന് ഇച്ചിരി കഴിച്ച് നോക്കട്ടെ. കറക്റ്റാണ്. ഇവിടെ എൻ്റെ പിള്ളേർക്കെല്ലാം ഇഷ്ടമാണ് കേട്ടോ. സാധാരണ അവർക്ക് വെജിറ്റബിൾ കഴിക്കാൻ ഭയങ്കര മടിയാണ്, പക്ഷെ ഞാൻ നിർബന്ധിച്ച് ഇതിങ്ങനെ ഇഷ്ടമാക്കി കൊടുത്തു. മുട്ടയൊക്കെ ഇട്ട് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർ കഴിക്കും. എന്നാൽ ശരി, താങ്ക്സ് ഫോർ വാച്ചിങ് മീ. ബൈ ബൈ.